ഒരു വാച്ചുണ്ട്, നല്ല വാച്ചാണ്, നല്ല വാച്ചാണ്. 500 രൂപ തന്നാ മതി. 500 രൂപ? 500 എടുത്തോ. വള്ളിക്കെട്ടായിക്കോട്ടാ, അതൊന്നും വേണ്ട. എനിക്ക് കാശ് അത്യാവശ്യമായിട്ട് കൊടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന വാച്ചാണ് ഇത്. നല്ല വാച്ചാണ്, കമ്പനി വാച്ചാണ്. എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാം. അത് വേണം. വാങ്ങാന്നേ. 250 തരാം. 500 രൂപ താ. നല്ല വില കൂടി ആയിട്ട് വേണം. എന്നേട്ടാ പിടിക്ക്, ഇത് പിടിച്ചോ. 100 രൂപ മതി, കൂടുതലാണ്. ഓക്കെ ഏട്ടാ, പോയിക്കോട്ടെ. ശരി. പൈസ കറക്റ്റ് അല്ലേ? എടാ, ഇനി ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും വരും. അയാളെ വാച്ചെന്നല്ലേ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തായി? അതെ, ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ എപ്പോഴാണ് വരുന്നത്? അവർ സമയമെടുക്കും. എന്തായി? എന്താ കാര്യം? നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഏത് ഭാഗത്താണ്? ബീരങ്കി ഭാഗത്താണെന്നാണ് പറഞ്ഞത്. അത് ആ ഭാഗത്തായിട്ടാണ്. അതെ, ഈ അവധി ദിവസങ്ങളുടെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകളെക്കാൾ മുമ്പ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ 1-2 പേര് സ്ഥിരം വരും തിരയാനായിട്ടൊക്കെ. അതിൽ തന്നെ ഒരു ശരിക്കും പറഞ്ഞൊരു പൊക്കം കുറഞ്ഞ ഒരാളുണ്ട്. തെരച്ചിലിൽ അയാൾക്ക് ബോണസ് കിട്ടും. ആള് പിശുക്കനാണ്. ഇയാൾക്കാണെങ്കിൽ ഫ്ലാറ്റും ഗോഡൗണൊക്കെ ഉള്ള ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളുടെ ഹോബി ഇതാണ്. അയാളൊന്ന് കാണാൻ പറ്റുമോ? അയാളുടെ അഡ്രസ്സൊന്നും കറക്റ്റ് അറിയില്ല. പിന്നില്ലേ, ആ കാണുന്ന ഇക്കാൻ്റെ കടയുണ്ടല്ലോ, അവിടെ ഇന്നലെ ഒരാൾ മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ തന്നെയാണെന്ന് കറക്റ്റ് അറിയില്ല. ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഓക്കെ, ആ കടയിൽ ചെന്ന് അന്വേഷിച്ച് നോക്കാം. താങ്ക് യു. എന്തായി? മോതിരം നോക്കണം? ഇല്ല, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. 2 ദിവസം മുമ്പ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ ഉണ്ടെങ്കിൽ തന്നാൽ നന്നായിരുന്നു. അതിനെന്ത് വില വേണമെങ്കിലും തരാം. ഈ കൂടുതലുണ്ടാവും, നോക്ക്. ഇതാ സത്യം പറയാല, കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ മോതിരം ഒരാൾ കൊണ്ടുവന്നു. 50 രൂപക്ക് വാങ്ങിച്ച് 100 രൂപക്ക് മറച്ചു വിറ്റ്. ആർക്കാ കൊടുത്തതെന്നറിയോ? പല പല ആൾക്കാർ വന്നെയല്ലേ. ഇനി എന്താ വഴി? ഇവിടെ ക്യാമറ വല്ലതും ഉണ്ടോ? അവിടെ ഒരു ക്യാമറ ഉണ്ട്. ശരി, നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നാ? ഏയ്, ഞാൻ പറഞ്ഞിട്ടുള്ള ആളില്ലേ, ആ പൊക്കം കുറഞ്ഞിട്ടുള്ള ആള്, അയാളിപ്പോ അവിടെ നിന്ന് തിരയാനുണ്ട് കേട്ടാ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഹലോ, ഒരു മിനിറ്റ്. എന്തേ? അയാൾ എന്താ അന്വേഷിച്ചത്? അതെ, അയാളുടെ കൂട്ടുകാരൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടെ, അത് ചോദിച്ചു. എന്തേ? ഒന്നുമില്ല. ഹലോ താലിബേ, ആ മോതിരത്തിന്റെ ആളെ തിരിച്ചറിഞ്ഞോ? മോതിരം വാങ്ങിച്ച ആളുടെ ഫോട്ടോ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെയാണ്. അവരെൻ്റെ പ്രിൻ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളത്. ആ മോതിരത്തിന്റെ ബിലാൽ എന്നെ വിളിച്ചിരുന്നു. ഒന്ന് സ്പീഡപ്പ് ആക്കപ്പാ. ഓക്കെ, ആ മോതിരം വാങ്ങിക്കുന്ന ആളുടെ ഫോട്ടോ മാത്രം വിട്ടാൽ മതി. അയച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.
ഇയാളറിയോ? അത് അയാൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോയിൽ കാണുന്ന ആളറിയോ? അറിയാം. എന്താ കാര്യം? അത് കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു. ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലാണ്. എന്തായാലും അവനെ വിളിക്കാം. ഓക്കെ. ആ എടാ, ഞങ്ങൾ നിൽക്കണ ജംഗ്ഷനിലേക്ക് ഒന്ന് പെട്ടെന്ന് വാ. ഷാജിക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വാ. ആ ഇപ്പൊ തന്നെ വരും. ആയിക്കോട്ടെ. ആ എന്താടാ? ആ ഷാജിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഷാജിക്ക് പൈസ കിട്ടണ അറിയല്ലേ? വിളിക്കാളാ. നിക്കണത് അയാളാണ്. ഹലോ. ആ വന്നു. ഷാജി ഗോഡൗണിലുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഗോഡൗൺ. മറ്റവനെന്തേ? അവനിപ്പോ വരാൻ തുടങ്ങി. ഷാജിയെ, നിനക്ക് പൈസ തരാമെന്ന ആളാ, ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നു. ആരാ മനസ്സിലായില്ല? അയ്യോ തോക്ക്. ആരും ഓടരുത്. ഈ ഗോഡൗൺ മുഴുവൻ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്.